ഇടയ്ക്ക് വേറൊരു സാക്ഷ്യമുണ്ടേ. അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാക്ഷ്യമാണ്. അത് സുരേഷ് എന്ന് പറഞ്ഞ ഒമാനിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരനാണ്. അങ്ങനെ 40-45 വയസ്സുണ്ടതാണ് സുരേഷ്. അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നു. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം, നല്ല സാക്ഷ്യമാണ്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 5 സ്ഥലത്ത് ബ്രെയിനിൽ, തലച്ചോറിൽ 5 സ്ഥലത്ത് ബ്ലോക്കായി. അപ്പോൾ ആൾ വീണ് പോയി, കുഴഞ്ഞു പോയി, എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു മാംസപിണ്ഡം പോലെ ഇങ്ങനെ കിടക്കണ താഴെ. കാര്യം 5 സ്ഥലത്ത് രക്തഓട്ടമില്ല, ബ്ലോക്കായിപ്പോയി. ഇപ്പോൾ കൈയും കാലൊക്കെ വിറങ്ങലിച്ച് ഇങ്ങനെ കിടക്കേ ഉള്ളൂ. ഒരു മാംസപിണ്ഡം കിടക്കണ പോലെ കിടക്കും. ഹൃദയ വെടിപ്പുള്ളതുകൊണ്ട് അങ്ങനെ കിടന്നു പോവുകയാണ്. അപ്പോൾ ഇയാൾ അവിടുന്ന് അപ്പം തന്നെ ഒമാനിൽ നിന്ന് കയറ്റിവിട്ട് ഇയാൾ വീൽ ചെയറിന് വന്ന നെടുമ്പാശ്ശേരി ഇറങ്ങണം വീട്ടിൽ. എന്നിട്ട് കുറേ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കേരളത്തിൽ 5 ആശുപത്രി ഇയാളെ കൊണ്ടുപോകും, അവർ മാറി മാറി. പക്ഷേ ആശുപത്രിക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 5 സ്ഥലത്തല്ലേ ബ്ലോക്ക്. ഒരെണ്ണമല്ലല്ലോ, ഒരു ബ്ലോക്ക് അല്ലല്ലോ, 5 ബ്ലോക്കുകളാണ്. അപ്പോൾ അതിൽ 2 ബ്ലോക്ക് ചെയ്യണ ബ്ലോക്ക് മരണത്തിൽ തന്നെ ഇയാൾ മരിച്ചു പോകും. അപ്പോൾ അവർ ആ കേസ് എടുക്കണില്ല. അവർക്ക് ആശുപത്രിക്ക് പേര് ദോഷം ഉണ്ടാകുന്ന കാരണം ആ കേസ് എടുത്തില്ല. ഒരു ആശുപത്രി എടുത്തില്ല. എറണാകുളത്ത് നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇയാളെ കേസ് എടുത്തില്ല. ഇയാളെ റിജക്റ്റ് ചെയ്ത്. പിന്നെ എന്താ, അപ്പോൾ ഒരു ആശുപത്രി, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പറഞ്ഞ് ഇതിന് ചെയ്യാൻ പറ്റുന്നത് പെയിൻ കില്ലർ തരാം, പിന്നെ എന്താണ് ഉറക്ക ഗുളികയും തരാമെന്ന്. അതാണ് നമ്മളെപ്പോഴും ഓർക്കണം. എത്ര വലിയ കോടികൾ മുടക്കി MD എടുത്ത് FRCP ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒരു ബ്ലോക്ക് വന്നാൽ നമുക്ക് ഉറക്ക ഗുളിക തരാൻ ഇവിടെയുള്ളൂ. അതാണ് വിഷയം. അത് 5-6 ബ്ലോക്ക് എന്നൊക്കെ പറയണത് ഈ ഇത്രയും വലിയ കോടികൾ മുടക്കിയുള്ള ഈ ഒരു മെഡിക്കൽ കെയർ കേരളത്തിലുള്ളിടത്തോളം ഇവിടെ ഉണ്ട്. അതായത് എത്രയോ പേരാണ്, ഞാൻ ഓരോ ചില ആശുപത്രിക്കാർ രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ വിദേശികളെ, അറബികളെയൊക്കെ കാണാം. അവരിവിടെ ട്രീറ്റ്മെൻറ്റിന് വരണതാണ് കേരളത്തിലെ. അപ്പോൾ അത്രയും സെറ്റപ്പ് ഇവിടെ കേരളത്തിലുണ്ട്. നിങ്ങൾ തന്നെ ഈ ജർമ്മനി, അമേരിക്കയിലൊക്കെ പോയിട്ട് ഇവിടെ വന്നിട്ടല്ലേ ചികിത്സ വന്നാൽ ഇവിടെയല്ലേ വരണത്, നാട്ടിൽ വന്നേ ചികിത്സിക്കത്തുള്ളൂ. എന്താ, അത്രയും ചീപ്പാണ്. അവിടെ ഒരു 3 ലക്ഷം 5 ലക്ഷം കൊടുക്കേണ്ട കേസിന് നമുക്കിവിടെ ചിലപ്പോൾ 75,000 രൂപ കൊണ്ടൊക്കെ നടക്കും. നമുക്ക് നമ്മുടെ നാടിൻ്റെ വില അറിയത്തില്ലല്ലോ. അപ്പം അതാണല്ലേ ഏറ്റവും വലിയ വിഷയം. ഇപ്പം ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, തൽക്കാലം നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. ഇത്രയും സുന്ദരമായൊരു രാജ്യം, നിങ്ങളെന്ന് ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾക്ക് ഇപ്പം നമ്മുടെ ഒപ്പം നിന്നല്ലേ തമിഴ്നാട്, അവരുടെയൊക്കെ GDP ഒക്കെ എന്നാ ഉയർച്ചയാണ്. അപ്പം ടക്കാന്ന് ഉയർന്നേരും. ഇവിടെ വ്യവസായങ്ങളെല്ലാം ഇവിടെ പോയതും തരിശുപ്പാടങ്ങളായിപ്പോയതും എല്ലാം കുറേ വർഷങ്ങളായിട്ട് ഉൽപ്പാദനമെന്ന് പറയുന്ന സാധനം നടത്തണമില്ല, നടത്തിക്കണമില്ല. അങ്ങനെ ഒരിട്ട് അവസ്ഥയിൽ കിടക്കണ കാരണം പ്രൊഡക്ഷൻസ് ഒന്നുമില്ല, ഒരു മേഖലയിലില്ല. പിന്നെ ഇവിടെ ഹബ്ബ്, IT ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ സായിപ്പിൻ്റെ ജോലി ഉറക്കാൻ നിന്ന് രാത്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കാർ എഴുന്നേക്കാതെ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ്റെ സമയവും നമ്മുടെ സമയവും തമ്മിൽ രണ്ടും രണ്ടാണ്. പകല് നമുക്ക് അവനെപ്പോലെ വെള്ളക്കാരെ പോലെ നമ്മൾ നാട്ടിൽ കിടന്ന് ഉറങ്ങും. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ അവൻ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അവൻ്റെ പ്രോജക്റ്റ് ചെയ്യുക. അവന് ഈ പ്രോജക്റ്റ് തന്നിട്ട് ഭയങ്കര പണ്ടാര സംശയമാണ്. അപ്പോൾ ഇവിടുത്തെ IT ഹബ്ബാണ് ആപ്പടെ ഉള്ളത്. അതിനകത്ത് അവരുടെ ഉറക്കമനുസരിച്ചിട്ടാണ് നമ്മുടെ ചോറിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കേരളം വളരെ സാധ്യതയുള്ള പുതിയ സാധ്യതകളുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. കാലാവസ്ഥയും വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് പ്രശ്നം. ഇവിടെ ഉള്ളിടത്തോളം വല്ല കൊടികുത്തി അടപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം, ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ആവശ്യമുള്ള സ്ഥലത്ത് ഇല്ലാത്ത സ്ഥലത്ത് എല്ലാ യൂണിയൻ വെച്ച് വിലപേശി അവർ ചെയ്യുന്ന ജോലിയുടെ 3 ഇരട്ടി ശമ്പളം വാങ്ങിച്ച് പൊതുഖജനാവിനെ കാലിയാക്കുന്ന ഒരു വലിയ എക്കണോമിക് ട്രാജഡി, അങ്ങനെ ഒരു സാധനമുണ്ട്, കലാമിറ്റി, ഫൈനാൻഷ്യൽ. അതുകൊണ്ടാണ് ഇത്രയും കടങ്ങൾ വരണത്. വല്ലാത്ത കടങ്ങളല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും
ഉൽപാദന മേഖലകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ടൊന്ന് ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാർഷിക മേഖലകളും വ്യാപാര മേഖല വ്യവസായ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് അതിലേക്ക് ആവശ്യിക്കുകയും അതിനെ തടസ്സം മാറുകയും ജനങ്ങൾക്ക് സമാധാനത്തോടെ അഭിമാനത്തോടെ വികസനത്തോടെ ആത്മീയ കൃപയിൽ ജീവിക്കാൻ പറ്റിയ ഒരു ഇടമായി ഇത് മാറാൻ വേണ്ടി ഈ മണ്ണിനെ സൗകര്യം പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറയാനും വളരാനും ഉടമ്പടി എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഉടമ്പടിയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സുരേഷ് എന്ന് പറഞ്ഞ മനുഷ്യനെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇന്ന് റിജക്റ്റ് ചെയ്ത് കളയും. അവസാനം അദ്ദേഹത്തിന് നല്ല കടുത്ത വേദനയുണ്ട്. തലയിൽ 5 ബ്ലോക്കുള്ള കാരണം കിടപ്പാണ് എപ്പോഴും. കിടക്കാൻ പാവത്തിന് വേറെ ഒരു കുഴപ്പം പറ്റി. കിടന്നു പോയപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി ഇനി ഇയാൾ ഇവിടെ കിടന്ന് ചത്തുപോകുകയുള്ളതെന്ന് മനസ്സിലായി. അവളെന്ത് ചെയ്യുന്നറിയാമോ, ഇയാൾ കൊണ്ടുവന്ന കാശ് എങ്ങനെയൊക്കെ അടിച്ചു മാറ്റിയിട്ട് വേറെ ഒരുത്തൻ ലൈൻ അടിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ചില സമയത്ത് ഞാൻ ഓർക്കുകയെ, ഈ മനുഷ്യന് ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ പടമുണ്ട്. കണ്ട ഒരാൾ വീണപ്പോൾ കണ്ട ഭാര്യ, അപ്പോൾ ഇവരൊരിക്കലും ഭാര്യ ആയിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ലേ. ചുമ്മാ കൂടെ താമസിക്കുകയായിരുന്നു. അവരെ ഈടർ വന്നപ്പോഴുണ്ട് അയാളുടെ പൈസയും അടിച്ചെടുത്ത് അവൾ വേറെ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി. എന്നാൽ അയാൾ സാക്ഷ്യം പറയാം, പച്ചക്ക് പറയണ അയാൾ അത് കേൾക്കണതിൻ്റെ പ്രശ്നം. അതൊക്കെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കി. ഈ ഒരു ദുരിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾ ചെയ്ത പരിപാടിയാണത്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പന് വിചാരിച്ചു ഇനി ഇപ്പം അവള് വരെ കേസും കൊടുത്താൽ പിന്നെ ഉള്ള സ്ഥലവും കൂടി പോകില്ല എന്ന് വിചാരിച്ചപ്പോൾ അപ്പനെന്ത് ചെയ്ത്, അപ്പൻ മകനോട് പറഞ്ഞിട്ട് അങ്ങനെ നിൻ്റെ പേരുള്ള പറമ്പ് ഇങ്ങോട്ട് എഴുതിത്തരാൻ പറഞ്ഞു. അത് എഴുതി മേടിച്ച്. അപ്പം അപ്പനും മക്കളും കൂടി ഇവൻ്റെ പറമ്പ് അവന് ഒപ്പിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കിടന്ന കിടപ്പിൽ തമ്പ് കുത്തി അവർ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞ ന്യായമുണ്ട്, അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കൊണ്ടായ കാശും കൊണ്ട് അവൾ കടന്നു കളഞ്ഞ്. പിന്നെ ഉള്ളത് പറമ്പാണ്. ഇനി അതിൻ്റെ പേര് കേസ് വെക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അത് പറമ്പ് അപ്പൻ്റെ പേരിലാക്കി. ഇവനെന്തുകൊണ്ട് ഈ കിടക്കണ കട്ടിൽ പോലും ഇല്ലാത്ത അവസ്ഥയായി. ഒരു മനുഷ്യൻ എങ്ങനെ ട്രാജിക്കായിട്ട് ഇങ്ങനെ തീർന്നു പോകണമെന്നറിയാമോ. അപ്പോൾ ഇവൻ്റെ മകൾ ഇവനോട് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം കാണിക്കും. ഇപ്പം നിങ്ങളോട് ഞാൻ പറയത്തില്ല മക്കളെ, ഒത്തിരി മനുഷ്യരുടെ ജീവൻ ഇതിൻ്റെ തിരിപ്പുണ്ട്. നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ദൈവത്തെയാണ് ഷെയർ ചെയ്യണത്. അത് ആരോടാണ് ദൈവത്തെ ഷെയർ ചെയ്യണത്? ജീവിതം തീർന്നെന്ന് വിചാരിക്കുന്നവർക്ക് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കൃപാസനത്തിൻ്റെ. കാര്യം ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ദൈവം ഇപ്പോൾ ഒരിടത്ത് നടത്തണില്ല. മണിക്കൂറിന് വലിയ സാക്ഷ്യങ്ങളല്ലേ. അമ്മയുടെ ഇപ്പോൾ ഈ ഉടമ്പടിക്കാരെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ. ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ പാടുപെടണത്. അത് നിങ്ങൾക്ക് മറന്നു പോരും നിങ്ങൾ. അല്ലാതെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ യേശുവസൂത്രം ഒന്നും പറഞ്ഞ് നടക്കരുത്. മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെ ദൈവം ഒരു കണ്ണ് വെക്കുന്നില്ലെന്ന് കണ്ടാൽ ഞാൻ നിങ്ങളെ കുറ്റം പറയത്തുള്ളൂ. ഈ ആൾത്താറിലൊക്കെ എന്ത് ബഹളമാണ്. കണ്ട സ്വരമുണ്ട്, ഇവിടെ സ്വരം ഉണ്ടാക്കാൻ പല സ്ഥലമാണ്. പക്ഷെ പിശാചെ കണ്ട ഞാൻ സ്വരം ഉണ്ടാക്കും. കാര്യം എന്താണ്? അച്ഛനെ കാണാൻ വേണ്ടി ഇടിസേലിക്കാർ വരുന്ന പാർട്ടി പകുതി മുക്കാൽ ഉടമ്പടി ഉഴപ്പിയ പാർട്ടികളാണ്. അതെനിക്കറിയാൻ പറ്റും. അവർ വൃത്തിയും മേനയുമായിട്ട് ആ ഉടമ്പടി ജീവിക്കുകയാണെങ്കിൽ ഇവരെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാം. അച്ഛനെ കാണാൻ വേണ്ടി ഉദ്ദേശിച്ച ചില ആൾക്കാർ ഇതോടുകൂടി ഉടമ്പടി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ അച്ഛനെയും കണ്ടില്ലെങ്കിൽ വേണ്ട, അച്ഛനെയും കണ്ടത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഉടമ്പടി ദൈവത്തിനല്ല പ്രാധാന്യം, അവരുടെ വിഷയത്തിനാണ് പ്രാധാന്യം. ഒരു 3 പുതുക്കിയിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സംശയത്തിന് നിഴലിലാണ്. എന്തോ കാര്യമായ കുഴപ്പം നിങ്ങൾക്കുണ്ട്. 3 പുതുക്കിയതിന് ശേഷവും കാര്യമായ സാക്ഷ്യം പറയാനില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. നല്ലതാണ്. എവിടെയാണ് ദൈവസ്നേഹം കുറഞ്ഞു പോയത്? വസ്തുസ്നേഹമാണോ? ആ കാര്യം കാണാൻ വേണ്ടിയുള്ള ഒരു തൽക്കാലത്തുകൾ കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കലാണോ? അപ്പോൾ അത് നിങ്ങൾ റീതിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവതിരുസന്നിധി ഉടമ്പടിയിൽ ജീവിക്കാൻ നോക്കണം. കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു പെട്ടെന്നൊരു പരിപാടിക്ക് വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ പലരും കാണുന്നത്. അപ്പം അതുകൊണ്ട് കാര്യം ആൾക്കാർക്ക് എന്തൊരു വലിയ സാക്ഷ്യങ്ങളാണ് പറയണത്. ആ സ്ഥലത്ത് വന്ന് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 3 പുതുക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടരുതെന്ന് പറയുമ്പോൾ എന്തോ ഒരു തകരാറ് നിങ്ങൾക്കുണ്ട്. കാര്യം ഇപ്പോൾ ഈ സുരേഷിൻ്റെ കാര്യം എന്താ? സുരേഷിനെ കൊണ്ടുവരുന്നത് വീൽ ചെയറിലാണ്. എന്നിട്ട് അത് കൊണ്ടുവരാൻ കാര്യം എന്താ? ഈ മകൾ ഈ ഉടമ്പടിയുടെ യൂട്യൂബ് കാണിക്കുമ്പോൾ സുരേഷ് പറയും, ശരിയാണ്, ഈ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും, പക്ഷേ എങ്ങനെ പോകും? ഞാൻ ഉറക്ക ഗുളികയും കഴിച്ച് 3 നേരം ഉറക്ക ഗുളികയും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരു ഡെഡ് ബോഡി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ അവർ ഇത് 2-3 കൂട്ടുകാർ വന്ന് ഇയാളെയാലും പൊക്കി വീൽ ചെയറേ വെച്ച് 85 കിലോ ഉണ്ട് ഈ സംഭവം. ഇതിന് ചുവന്നുകൊണ്ട് വന്ന പോലെയാണ് വരണത്. കണ്ടാലും കേട്ടാലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് ഇവർ കൂടെ വന്നവർ ഈ വീൽ ചെയർ ഉൾപ്പെടെ പൊക്കി മോളിൽ കൊണ്ടുവന്നു ഇയാളെ ഉടമ്പടി ക്ലാസ് കൂടിച്ച്, എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ട് പിന്നീട് ഉടമ്പടി എടുത്തയാൾ വീട്ടിൽ പോയി. പക്ഷെ എന്നിട്ട് പിന്നെ അങ്ങേരുടേതായിട്ട് അങ്ങേര് ഒരു പ്രാവശ്യം വന്ന് ഉടമ്പടി തീർന്നപ്പോൾ അപ്പോഴാണ് മറ്റുള്ളവരുടെ കൂടെ വരണതല്ലേ. ഇനി നമ്മൾ തന്നെ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നല്ലേ സംഭവം. അപ്പം നമ്മളുടെ പേഴ്സണലായിട്ടാണ് ഒരു തീരുമാനം വരേണ്ടത്. അപ്പോൾ ഇവന് ഒരു ദിവസം സ്വന്തമായിട്ട് എന്നാൽ ഞാൻ തീർന്നില്ല, മാതാവിനെയും കാണാം, തിരിയും മേടിക്കാമെന്നും പറഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് വന്ന് ഇതുപോലെ ഉടമ്പടി പുതുക്കി തിരിയും മേടിച്ചുകൊണ്ട് പോയി. അത് വെച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്. ജീവിതമില്ലേ, ഭാര്യ പോയി, കയ്യിലെ കാശ് പോയി, ഒരു ബസ് ചാർജിന് പോലും കൈ നീട്ടേണ്ട അവസ്ഥയാണ് വരുന്നത്. ഇത് ഇപ്പോഴും ആ ആളെ തോക്കണില്ല ജീവിതത്തോട്. ജീവിതം തോപ്പിച്ച് കളഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷേ കർത്താവിൻ്റെ കയ്യെ പിടിച്ച് ജയിച്ചവൻ്റെ കൈ ഉണ്ടല്ലോ, കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം കാണുമ്പോൾ നിങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കണം. എന്താണ് അവൻ പറഞ്ഞിട്ടുണ്ട്? ഇത് ജയിച്ചവൻ്റെ കൈയാണെന്ന്. അവനെ കൂടെ നിന്നവർ തള്ളിപ്പറഞ്ഞു, കൂടെ നിന്നവർ ഒറ്റിക്കൊടുത്തു, അവൻ്റെ തുണിയുരിഞ്ഞെടുത്ത് പങ്കിട്ടെടുത്തു, അവന് നഗ്നനായി കുരിശത്തറച്ചു, അവനെ കൊണ്ട് കല്ലറയെ വെച്ചു. എന്നിട്ട് ദൈവം പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അപ്പം കർത്താവിൻ്റെ കൈകൾ ജയിച്ചവൻ്റെ കൈകളാണ്. ഈ കൈകളെക്കുറിച്ച് ഐസയ്യാ പറഞ്ഞിട്ടുണ്ട്, ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നിന്നെ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐശയ്യാ 41:10. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട പറഞ്ഞേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതുക്കിയ ദിവസം അവൻ രാവിലെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരികെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിലെ ഇരിക്കുന്ന സമയത്ത് കാലൊന്ന് പിടച്ച്. അപ്പം അമ്മ വന്നെന്നർത്ഥം. അതിൻ്റെ അർത്ഥം പാല് പിടച്ചപ്പോഴേ അമ്മ ഇവൻ്റെ മനസ്സിൽ പറഞ്ഞു, ഒന്ന് കുത്തി നോക്കാൻ പറഞ്ഞു. ആരും അവിടെയെങ്കിലും ഇല്ല പ്രദേശത്ത്. ഇവൻ കുത്തി നോക്കി. അപ്പം അമ്മ പറഞ്ഞ്, ഒന്ന് നിന്ന് നോക്കിക്കെന്ന് പറഞ്ഞു. അപ്പം അവനാ ഒരു കാര്യം നിന്ന്. അപ്പോൾ പിന്നീട് മറ്റേ കാലും കുത്താൻ പറഞ്ഞു. ആ മറ്റേ കാലും കുത്തി. എന്നിട്ട് ആ മുറിയുടെ അടുത്ത് നടക്കാൻ പറഞ്ഞു. അപ്പം നടന്ന്. പിന്നെ റോട്ടിലോട്ട് നടക്കാൻ പറഞ്ഞു. പിന്നെ റോട്ടിലൂടെ അവൻ നടന്നു. അതായത് ഒരു വ്യക്തി വെറുതെ ഇങ്ങനെ ഉറക്ക ഗുളികയും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് ജീവിതം തീർന്ന് ഭാര്യയും പോയി, അസ്തുവും പോയി, എല്ലാം തീർന്നാലും ദൈവം പറയും ഒന്നും തീർന്നിട്ടില്ലെന്ന് പറയും. എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പിതാവേ നന്ദി. പിതാവേ മഹത്വം. പിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുരേഷിൻ്റെ വിഷയം രണ്ടാമത്തെ വരവാണ് എൻ്റെ മർമ്മം എന്ന് പറയുന്നത്. സുരേഷിൻ്റെ രണ്ടാം വരവ് എന്താണ്? ആരും പറഞ്ഞിട്ടല്ല, ആരും കൊണ്ടുവന്നതല്ല, സ്വന്തമായിട്ട് വരാൻ ആഗ്രഹിച്ച് വന്നതാണ്. അതെപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് വരാൻ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു സത്യസന്ധതയാണ് വരണത്. നിൻ്റെ ഉടമ്പടിയുടെ കൂടെ ഒരു വിഷയം ഉള്ളിടത്തോളം കാലം നിൻ്റെ ഉടമ്പടി ഭാരമുള്ളതായിരിക്കും. നിൻ്റെ ഉടമ്പടിയുടെ കൂടെ ഒരു വിഷയം, സാധിക്കാനുള്ള വിഷയം ഉള്ളിടത്തോളം കാലം നിനക്ക് ദൈവത്തേക്കാൾ പ്രാധാന്യം സാധിക്കാനുള്ള ആ വിഷയമായത് കാരണം അതിന് ഭാരമായിരിക്കും. പക്ഷെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഒരവസരം മാത്രമാണ് അതെന്ന് നീ കരുതിയിട്ട് അതിനു വേണ്ടി നീ ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഭാരം ലഘുവായിരിക്കും. കർത്താവിൻ്റെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിൻ്റെ ഭാരം ലഘുവും. നമ്മൾ വായിച്ചില്ലേ 11:30 അധ്വാനിക്കുന്നതിനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, എൻ്റെ ഭാരം ലഘുവും. എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അതിന് കാരണം കർത്താവിനെ വഹിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഓരോ ജീവിത പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും എല്ലാം ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവത്തിന് സ്നേഹത്തിൻ്റെ പേര് സാക്ഷ്യമാകാനും വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഉടനെ മനസ്സിൽ പറയേണ്ടത്, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയേണ്ട, കർത്താവേ എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ. ഞാൻ എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞ് എല്ലാവർക്കും നിൻ്റെ മുമ്പിൽ ജോലി നിൻ്റെ നാമം ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളാം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതായത് ജന്മന കാണ്ടാമൃഗങ്ങളായിട്ട് ജനിക്കാറുണ്ടല്ല.
അത് ജന്മനെ കാണ്ടാമൃഗങ്ങളാണ് ജനിക്കുന്നവരുണ്ട്. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനം, ദൈവമേ ഞാൻ സാക്ഷ്യം പറയത്തില്ലെന്ന് പറയും. അയ്യോ ഞാനീ പത്രം കൊടുക്കും, ഞാനിവിടെ കൊടുക്കാൻ ആരെ കൊടുക്കും അവരെ കണ്ടാൽ നീ ഇതെന്ന് പറയാൻ എന്നാ ഇങ്ങനെ. അതാണ് ജന്മനാ കാണ്ടാമൃഗം എന്ന് പറയുന്നത്. ഈ സാധനം ഒരിക്കലും ഉടമ്പടി എടുക്കരുത്, കാരണം വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുർവിനിയോഗിക്കാൻ വേണ്ടി കച്ചകെട്ടി പോന്നിരിക്കുക. അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ഇവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്, എൻ്റെ മക്കളെ ഞാൻ വളരെ സീരിയസാണ് സംസാരിക്കണത്. കാര്യം ഇവിടുത്തെ ഒരു ചേടത്തിൻ്റെ സാക്ഷ്യത്തിനെന്ന് അറിയാമോ, 25 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. കണ്ണൂരത്തെ ഒരു ചേടത്തിയുടെ സാക്ഷ്യം, കൃപാസനം സാക്ഷ്യം 25 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. എന്താ അവർ പറഞ്ഞത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കടക്കാരും മുടിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റെയിൽപ്പാളത്ത് ചെന്നപ്പോഴുണ്ട് ആ ഇരുട്ടത്ത് കൂടി ഒരു കൃപാസനം പത്രം ഒരാൾ നീട്ടി. ആ പത്രം പിടിച്ച് കൈ പിടിച്ച് കിട്ടിയ വണ്ടിയെ, ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച വണ്ടിയെ കയറി ഇവിടെ വന്ന് പിന്നെ സംഭവിച്ച കാര്യങ്ങളാണ് പറയണത്. കണ്ടിരിക്കണ 25 ലക്ഷം പേരാ. അപ്പോഴേ ഇവിടുത്തെ അതായത് നിങ്ങളെപ്പോഴും ഓർക്കണം, ഇങ്ങനെ എത്രയോ മനുഷ്യരെ അവിടെ ജീവിതം മുങ്ങിപ്പോയിട്ട് തിരിച്ചു പിടിച്ച സ്ഥലമാണ്. അവിടേക്ക് വരുമ്പോൾ ഒരു വൃത്തിമെനയുള്ള മനസ്സ് വേണ്ടേ? വൃത്തിമെനയുള്ള മനസ്സെന്താണ്? ഞാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം? ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ. ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. ഞാൻ എന്തിനാണ് ഉടമ്പടി എടുക്കണത്? സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ എന്ന ഒരു റീഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവത്തിന് നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാകും. അല്ല നിങ്ങൾ വരുമ്പോൾ തന്നെ ദൈവത്തിന് പണി കൊടുക്കും. അയ്യോ ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല, ഈ പത്രം ആർക്ക് കൊടുക്കും, ആര് കൊടുക്കും, നീ കൊടുക്കുക, ഞാൻ കൊടുക്കുക, എത്ര പേർ കൊടുക്കണം, അയ്യോ എത്ര പേർ കൊടുക്കും, എത്ര പത്രമുണ്ട്, ഇങ്ങനെ പെയ്തും പെരുക്കി. നിങ്ങൾക്ക് നല്ലത് വെച്ച് ഒരു ചെമ്പരത്തിപ്പൂ ചെവി വെച്ചോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ഇങ്ങോട്ട് കയറരുത്. ഇത് സ്ഥലം വേറെയാണ്. നിങ്ങളെപ്പോലെയുള്ള പറ്റിപ്പ് പാർട്ടിക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. ദൈവത്തിന് വേണ്ടി നട്ടല്ലോടുകൂടി ജീവിക്കാനും കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ തന്നെ അവൻ കലവറയില്ലാതെയാണ് സ്നേഹിച്ചത്. അവൻ കുരിശോളം നമ്മളെ സ്നേഹിച്ചു, അവൻ നാണം കെട്ട് സ്നേഹിച്ചു. അതുപോലെ തിരിച്ചു സ്നേഹിക്കാൻ പാങ്ങുള്ളവനാണ് ഉടമ്പടി എടുക്കേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ ഉടമ്പടിയിലുള്ള ഒരു നേർച്ചവസ്തുവാണ് ഉപ്പെന്ന് പറയണത് അല്ലേ. ഉപ്പ് എന്തിൻ്റെ കൂടെ പ്രതീകമാണ്? ഉപ്പ് ദൈവത്തിൻ്റെ അവകാശമാണ്. ലെവ്യ 2:13 അനുസരിച്ചുകൊണ്ട് ഉപ്പെന്ന് പറയണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ജപ്തി നടപടി നടക്കണ ഒരു സ്ഥലം, അല്ലെങ്കിൽ വിൽക്കാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ കിട്ടാത്തൊരു ജോലി, അവിടെ കൊണ്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ കഴിവല്ല, ഇത് ദൈവത്തിൻ്റെ അവകാശമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യൻസ് 2:8 അനുസരിച്ചിട്ടാണ് ലെവ്യ 2:13 അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ അവകാശമാക്കി മാറ്റുകയും. എനിക്കെൻ്റെ മേൽ അവകാശമില്ല, എനിക്ക് യോഗ്യതയില്ലെന്നാണ്. എനിക്ക് ജോലിക്ക് യോഗ്യതയില്ല, കാര്യം എന്നെക്കാൾ യോഗ്യതയുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ട്. പിന്നെ എന്താണ്? ഇത് ദൈവത്തിൻ്റെ അവകാശത്തിലാക്കുന്നതാണ്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, മറിച്ച് നിൻ്റെ കൃപ കൊണ്ടായിരിക്കും എനിക്കിത് കിട്ടുന്നത്. ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് ഉപ്പിടുന്നത്. പക്ഷേ ഉപ്പിടാൻ വേണ്ടി മാത്രം എന്തുമാത്രമുണ്ട്, അതിനുള്ള അധികാരിത വേണം. ദൈവത്തിന് തോന്നണം നീ ദൈവത്തിൻ്റെ ആളാണെന്ന്. അതാണ് വിഷയം. അത് ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അതിന് നീ സൽപ്രവൃത്തികൾ ചെയ്യണം, ദൈവത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അതൊക്കെ ചെയ്തൊരു ഉപ്പിടുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ല വീട്ടിൽ ഇവിടെ വന്നിട്ട് നേരെ പോയി ഉപ്പും കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിൽ ഉപ്പുണ്ടാകാനവർ മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ അല്ലെ. 9:50 എടുത്ത മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 9:50 ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും. നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ. ആ ഉപ്പ് എന്താണ്? അത് മത്തായി 5:13 ഉപ്പാണ്.
ഉപ്പെന്ന് പറഞ്ഞാൽ എന്ത്? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നിങ്ങളിൽ ആ മർക്കോസ് 5 ഈ മർക്കോസ് 9:50 കൂടെ മത്തായി 5:13 ലിങ്ക് ചെയ്യണം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 5:13. മത്തായി 5:13. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഏറ്റു പറഞ്ഞേ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? അടുത്ത വചനം വായിച്ചേ. പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? നിങ്ങളിൽ സൽപ്രവൃത്തികൾ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയണത്. തമ്മിൽ ലിങ്ക് ചെയ്താൽ മാത്രമേ അതിന് അർത്ഥം കിട്ടത്തുള്ളൂ. മർക്കോസ് 9:50 കൂടെ മത്തായി 5:16 ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 2 ഉപ്പിനെ കുറിച്ചാണ് പറയണത്, 2 സൽപ്രവൃത്തിയെക്കുറിച്ചാണ് പറയണത്. സൽപ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാവര പ്രവൃത്തി, ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും. അപ്പം നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സൽപ്രവൃത്തികൾ ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കത്തില്ലേ എന്ത് കൃപാവര പ്രവൃത്തിയാണ് ചെയ്തത്? കൃപാവര പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന്. ഞാനാണെങ്കിൽ അപ്പം തന്നെ സ്റ്റീര് തലക്കടിച്ച് വിടും. ഈ പിശാചിനെ എന്തിനാണ് സാക്ഷ്യം പറയാൻ കയറ്റിയത് ഞാൻ ചോദിക്കും. വല്ല കാര്യമുണ്ടോ? ബുദ്ധിബോധമില്ലാതെ എവിടെ കയറി വന്നെന്ന് അറിയാൻ പോലെ ചെയ്തിരിക്കുക. കൃപാവര പ്രവൃത്തി ചെയ്യാൻ പോകേണ്ടി ഇവർ ചെയ്തിട്ട് വേണം ദൈവത്തെ കഞ്ഞിവെക്കാൻ. അപ്പോൾ നിങ്ങൾ അഭ്യാസം കാണിക്കരുത്. നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങൾക്കറിയാവോ, പണ്ട് ഞാൻ പഠിച്ച, അതായത് നമ്മുടെ ഈ വെള്ളമില്ലേ, ഈ ബേസം പോലെ ഇരിക്കുന്ന സാധനത്തിൽ എന്നാ പറയണത്? പരീക്ഷണശാലയിൽ ബേസം പോലെ ഒരു ചില്ലിൻ്റെ ഒരു സംഭവം ഇരിക്കും, ബേസൻ പോലെ. അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് കടത്തിവിടും. കറണ്ട് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിൽ എന്താ ഉള്ളത്? ഹൈഡ്രജനും ഉണ്ടാവും, പിന്നെ എന്താണ് H2O, ഓക്സിജനും ഉണ്ടാവും. ഇപ്പോൾ ഇത് തമ്മിൽ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് കാരണം വെള്ളമായിട്ടിരിക്കണത്. പക്ഷേ വെള്ളത്തിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വിഘടിക്കും. എന്നിട്ട് ഇതിൽ ഈ കൂട്ടിപ്പിടുത്തം മാറിയിട്ട് സ്വതന്ത്രമായിട്ട് ചലിക്കും. സ്വതന്ത്രമായിട്ട് ചലിക്കുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാലോ, അതായത് അങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കറണ്ട് കടത്തി വിട്ടാലും ആ ചുറ്റുമുള്ള സ്ഥലത്ത് മാത്രമേ കറണ്ട് പ്രസരിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കറണ്ട് ഇവിടെ അവിടെ എവിടെയെങ്കിലും കറണ്ട് കമ്പി പൊട്ടിക്കിടന്നാൽ ഇവിടെ വന്നാൽ നമുക്ക് കറണ്ട് അടിക്കത്തില്ല. ആ സ്ഥലത്തുള്ള മീനൊക്കെ ചത്തു പോകുന്നേ ഉള്ളൂ. പക്ഷേ പ്രശ്നം എന്താണ്? ഇതിൻ്റെ അകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ കാര്യം മാറും. ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഒരു ബീക്കറിൻ്റെ അകത്ത് ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വയറ് കുത്തിവെക്കുകയാണെങ്കിൽ അടുത്ത സ്ഥലത്ത് എല്ലാം നല്ല ഷോക്കടിക്കും. പക്ഷേ ആ പാത്രത്തിൻ്റെ അറ്റത്ത് ഷോക്കടിക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിനകത്ത് ഉപ്പിട്ട് കഴിയുമ്പോൾ എന്താ പറ്റണത്? ഉപ്പിൻ്റെ അകത്ത് ക്ലോറിനൊക്കെ ഉള്ളത് കാരണം ഇത് വിഘടിച്ചിട്ട് അയോണുകളുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് അയോൺ തന്മാത്രകളാണ്. അപ്പോഴേ ഉപ്പിട്ട് കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട വെള്ളത്തിൽ ഉപ്പ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരന്ന സ്ഥലത്തും വളരെ അകലെ ഷോക്കടിക്കണ കാണാം. എന്താ കാര്യം? ഇതിനെ വിഘടിച്ചിട്ട് അയോണുകളായിട്ട് ഇത് അങ്ങോട്ടും വിഘടിച്ച് മാറിയിട്ട് ഈ വൈദ്യുതി വഹിക്കുന്ന തന്മാത്രകൾ സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് അറ്റത്തേക്കൊക്കെ ഉപ്പിടുമ്പോൾ ഷോക്കടിക്കണതിൻ്റെ കാരണം. എൻ്റെ മക്കളെ, ഇത് തന്നെ ടെക്നിക്ക് ഈ ഉടമ്പടിയും വന്നിരിക്കണത്. നിങ്ങൾ ഉടമ്പടി ചെയ്തതിന് ശേഷം സൽപ്രവൃത്തി ചെയ്യണത് കറണ്ട് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഉപ്പിടണ പോലെയാണ്. എന്താ കാര്യം? അത് നിങ്ങൾ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടും.
ഉടമ്പടി ചെയ്ത് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഉടമ്പടി ചെയ്തിട്ട് കൃപാവര പ്രവൃത്തി ചെയ്യണത് ഉപ്പിടണ പോലെയാണ്. കറണ്ടടിച്ച വെള്ളത്തിൽ ഉപ്പിടണ പോലെയാണ്. അത് അയോണുകളായിട്ട് പരന്ന് വരും. അപ്പോൾ ഉടമ്പടിയുടെ എല്ലാ നിയോഗങ്ങളെയും കത്തിപ്പിടിക്കാൻ നല്ലത് സൽപ്രവൃത്തി തന്നെയാണ് എപ്പോഴും. അപ്പോൾ സൽപ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഉടമ്പടിയുടെ പവർ പ്രസരിക്കാൻ തുടങ്ങും. എപ്പോഴും നമ്മൾ ഓർക്കുകയാണ്, ഇപ്പം നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോകും, പെന്തക്കോസ്ത പെരുന്നാളിലേക്ക് പോകുമ്പോൾ ഈ സൽപ്രവൃത്തികൾ ഉടമ്പടിയുടെ ഫലങ്ങളെ എല്ലാ നിയോഗങ്ങളിലേക്കും കൊണ്ടുവരണതും, അല്ലെങ്കിൽ 1-2 നിയോഗങ്ങൾ ചെയ്ത് സൽപ്രവൃത്തി ഇല്ലെങ്കിൽ 1-2 നിയോഗം വെച്ച് തീർന്നു പോകും. നമ്മൾ 6 നിയോഗം ഇട്ടിട്ടില്ലേ, 6 നിയോഗങ്ങളിലും കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ സൽപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും മസ്റ്റാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, തിരുനാളിലേക്ക് ഒരുങ്ങുമ്പോൾ എന്റെ ഉടമ്പടിയെ ആ ദൈവ ചൈതന്യം എന്റെ എല്ലാ നിയോഗങ്ങളിലേക്കും പരന്ന് പിടിക്കാൻ വേണ്ടി മാത്രം എന്നിൽ സൽപ്രവൃത്തികളുടെ ചൈതന്യം നിറക്കണമേ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളെല്ലാം ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി
ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ഇവരുടെ പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം.
തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദന് സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള Hallelujah, 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 hallelujah. Shwe आराधना, shwe महत्व, 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 महत्व. Hallelujah, 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 hallelujah. Shwe രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും 1-2 ദിവസങ്ങൾ അച്ഛനിവിടെ ഇല്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൃപാസനത്തിന് അച്ഛനൊരു ഘടകമല്ല. അച്ഛനെ കാണുന്ന ഒരു ദിവസം കാണുന്നത് വല്ലതും 10-55 പേരാണ് കാണുന്നത്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 100 പേര് കാണും. അപ്പം അച്ഛനെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അവർ ഒന്ന് വിളിച്ചിട്ട് വരണം, നല്ലതാണ്. അച്ഛനെ കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അവർ ഓഫീസൊന്ന് വിളിച്ച് ചോദിക്കണം, ഈ ദിവസം ഞങ്ങൾ ഇന്ന ദിവസം വരാൻ ഉദ്ദേശിക്കുന്നു, അച്ഛനുണ്ടോ എന്ന് ചോദിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഉടമ്പടി പുതുക്കാനും ഉടമ്പടി എടുക്കാനും അച്ഛൻ്റെ ഒരു ആവശ്യമില്ല. അത് മാതാവ് സ്വന്തമായിട്ട് സുന്ദരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസവും ഉടമ്പടി പുതുക്കാനും എടുക്കാനും ഉള്ളവർക്ക് ഏത് ദിവസവും വരാം. അച്ഛനെ കാണണമെന്ന് നിർബന്ധമുള്ള 10-100 പേര് മാത്രം ഒന്ന് വിളിച്ചിട്ട് വരണമായിരിക്കും എപ്പോഴും അവർക്ക് നല്ലത്.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങനെ തിരുനാമത്തിന് നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ഉയർന്ന വിദ്യാഭ്യാസത്തിന്, ഉയർന്ന വിദ്യാഭ്യാസത്തിന്, മേൽ വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് മേൽ ശ്രമിക്കുന്നവരുടെ മേൽ കർത്താവിന് കൃപ ചൊരിയട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. വൈവാഹിക തടസ്സമുള്ളവരെ, വൈവാഹിക മക്കളില്ലാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ, സമാധാനം ഇല്ലാത്തവരെ, ഭാര്യ ഭർത്താക്കന്മാരെ, പിരിഞ്ഞ് താമസിക്കുന്നവരെ, വിദേശത്തുള്ളവരെ, നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്നവരെ, ഇവിടെയുള്ളവരെ, ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുന്നതിനായി പ്രാർത്ഥിക്കുന്നവരെ, എല്ലാവരുടെ മേലെ കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. എല്ലാവരും മുട്ടേ നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. ഗർഭാശയ രോഗികളെ, പിസ്റ്റുല രോഗികളെ, PCOD രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ക്യാൻസർ രോഗികളെ, കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരം, അണിപ്രതാടുന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമേ. അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തിയാൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഭൂമി തരം മാറ്റാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവരെ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതാണ്. ആശുപത്രിയിൽ കിടക്കുന്നവരെ, ഈ ആഴ്ച ഓപ്പറേഷൻ നിശ്ചയിച്ചവരെ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവുകൾ കൂടാത്തവരെ, പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രേഖാമൂലമുള്ള തടസ്സങ്ങൾ, രേഖകളുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായവ കിട്ടാതിരിക്കുന്ന അവസ്ഥകൾ, സാങ്കേതിക പിഴവുകൾ മൂലം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥകൾ യേശുക്രിസ്തു നാമത്തിന് തടസ്സങ്ങൾ മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.
സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.